അസ്സലാമലൈക്കും, ഹായ്, ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഭയങ്കര വെയിലാണ്, അതാണ് കണ്ണൊന്നും തുറക്കാൻ പറ്റാത്തത്. അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നമ്മൾ ചെറിയൊരു ഷോപ്പിംഗ് വ്ളോഗായിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ കുടുംബത്തിലൊരു കല്യാണമൊക്കെ വരാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ കല്യാണത്തിന് വ്ളോഗില്ലെങ്കിലും നമ്മൾ ഷോപ്പിങ്ങിന് പോണ വ്ളോഗിങ്ങിലും എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിതാ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് റെഡിയായി. നമ്മൾ ലഞ്ചെല്ലാം കഴിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. കാരണം ഭയങ്കര വലിയ ഷോപ്പിംഗ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ അത്രയും സമയം മതിയാവും തോന്നിയിട്ടോ. പക്ഷെ തിരിച്ചു വരുമ്പോഴത്തേക്കും സമയം രാത്രി 10:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തോന്നിയ രാവിലെ തന്നെ ഇറങ്ങിയാൽ മതിയായിരുന്നു എന്നുള്ളത്. അങ്ങനെ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളെല്ലാവരും കൂടെ ഒന്ന് ഫസ്റ്റ് പോകുന്നത് കുട്ടികൾക്കും എനിക്കൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് വെസ്റ്റ് സൈഡില്ലേ, അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ പുതിയതൊന്ന് തുടങ്ങിയിട്ടുണ്ട്, അത്യാവശ്യം വലുതാണ് കേട്ടോ. അപ്പം അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് പ്ലാൻ ചെയ്ത്. ഓരോരുത്തർക്ക് ആദ്യമൊക്കെ നമ്മളിങ്ങനെ ഒരാൾക്ക് ഇവിടെ പോവാം, ഒരാൾക്ക് ഇവിടെ. പക്ഷെ എനിക്ക് എപ്പോഴും കുട്ടികൾക്ക് അഫോർഡബിൾ റേറ്റ് സുഡിയോയിൽ തന്നെയാണ് എപ്പോഴും തോന്നിയിട്ടുള്ളത്. പിന്നെ കല്യാണമൊക്കെ ആകുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഗ്രാൻഡ് ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വെസ്റ്റ് സൈഡിൽ പോയത് കേട്ടോ. ഷർട്ടും എല്ലാം അടിപൊളി സംഭവമാണ്. പക്ഷെ എന്തോ ഒരു പ്രശ്നം പറഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥയ്ക്ക് പറ്റിയ ഡ്രസ്സുകളായിരിക്കില്ല അവിടേക്ക് അല്ലേ, കുറച്ച് ഹുഡി ടൈപ്പും ഒക്കെ ആയിരിക്കും. അതാണൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ ചോയ്സ് ആണല്ലോ എന്തെടുക്കണം എന്തെടുക്കണ്ട എന്നുള്ളതൊക്കെ. അപ്പം നമ്മളിതാ നേരെ പാലക്കാട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിതാ വെസ്റ്റ് സൈഡിലെത്തി. അവിടെ എത്തിയപാട് അവർ എത്ര ഓഫർ ഉണ്ടോ എന്നുള്ളതൊക്കെ സ്കാൻ ചെയ്ത് നോക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെയും ഇക്കൻ്റെയും ഫോണിലും അങ്ങനെ ഇക്ക എന്നെ സ്കാൻ ചെയ്ത് നോക്കി. അപ്പോൾ 6000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത് 600 രൂപ ഓഫർ, അത്രയേ ഉള്ളൂ കേട്ടോ. അവിടെ നമ്മുടെ ഡാറ്റാസ് അവർക്ക് കിട്ടുക, അതാണിപ്പോൾ അതുകൊണ്ട് ഉണ്ടായത്. പോയ മുതൽ ഒരാൾ ജാക്കറ്റിൽ തന്നെയാ കണ്ണ്. ജാക്കറ്റ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്തിനാ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. കുറേ ദിവസമായി ഇതും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സ്കൂളിൽ എന്താ ആനുവൽ വരുന്നുണ്ട്, അപ്പം ഫ്രണ്ട്സൊക്കെ എല്ലാവരും കൂടെ അവനെന്തോ കാശ്മീരിലോ മറ്റോ താമസിക്കുന്ന പോലെയാണ് അവൻ്റെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ. പിന്നെ എനിക്ക് പോയതും ഭയങ്കര അട്രാക്ഷൻ തോന്നിയിട്ട് ആ ഗ്രീൻ ഡ്രസ്സ്. പക്ഷെ ഇട്ടപ്പം അതിൻ്റെ ഷോൾ ഉണ്ടല്ലോ, പൊന്നാടി ഇട്ട പോലെ ഉണ്ടായിരുന്നു. ഒരു തമിഴ് ടച്ച് വന്നു. പ്ലെയിന് പാൻറ്റും അതുപോലെ ടോപ്പും പ്ലെയിൻ ആയിരുന്നു. നല്ല ഭംഗിയുള്ള പച്ചയായിരുന്നു കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, ഇതിനെക്കാട്ടിലും സൂപ്പറായിരുന്നു ആ ഗ്രീൻ കളർ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ഷോൾ എനിക്ക് പറ്റിയില്ല. പിന്നെ ഇട്ടപ്പം എനിക്കൊരു കംഫർട്ട് ഉണ്ട്, പക്ഷെ എനിക്ക് എന്തോ സംതിങ് റോങ്. ഞാൻ എൻ്റെ മൈൻഡിലുണ്ടല്ലോ ഇപ്പം ഞാനത് ഇടും എന്ന് ഉറപ്പുള്ള ഡ്രസ്സുകൾ മാത്രമേ ഞാൻ എടുക്കുള്ളൂ. പണ്ട് അങ്ങനെയല്ല. പണ്ട് ഞാൻ ഡ്രസ്സിൻ്റെ ഭംഗി നോക്കിയിട്ടൊക്കെ ഞാൻ ഡ്രസ്സ് എടുക്കുമായിരുന്നു. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി അതിൽ വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളത്. നമുക്ക് ഭംഗിയുണ്ടോ, നമുക്ക് കംഫർട്ട് ഉണ്ടോ, ഏറ്റവും കൂടുതൽ ഞാൻ കംഫർട്ട് തന്നെയാണ് നോക്കുന്നത് കേട്ടോ. എന്ന് വിചാരിച്ചിട്ട് അതെനിക്ക് ഇട്ടാൽ ഭംഗി ഉണ്ടാവരുത് എന്നല്ല, ഭംഗിയും കൂടെ നമ്മൾ നോക്കണം. നമുക്കത് സ്യൂട്ട് ആവുന്നുണ്ടോ എന്നുള്ളതും കൂടെ നമ്മൾ നോക്കണം. ബാക്കി ആരുടെ അഭിപ്രായം സെക്കൻഡറി ആണ് അല്ലേ. അങ്ങനെ എനിക്ക് അവിടെ നിന്നൊന്നും പറ്റാണ്ടായപ്പോൾ പാൻലൂംസിൽ വന്നു. ഇവിടുന്ന് ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഇഷ്ടമായി കേട്ടോ. അതിൻ്റെ കളറും എനിക്കിട്ടപ്പോൾ കുറച്ച് നല്ല ഭംഗി തോന്നി. പക്ഷെ ആ സെയിം കളറിൽ തന്നെ ഒരു അനാർക്കലി ടൈപ്പ് എനിക്ക് ഉണ്ടായിരുന്നു. ഇത് ടോട്ടൽ ഡിഫറെൻ്റ് ആണ്. അത് ഒരു ഷിഫോണിലാണ്, ഇതൊരു സിൽക്ക് കോട്ടൺ മിക്സ് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയലും കൂടെ ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ എന്തായാലും അതെടുത്തു. ഇനിയിപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു ടൈപ്പ് വേറെ എവിടെ നിന്നും കിട്ടാൻ ചാൻസ് ഇല്ല തോന്നി. പിന്നെ നമ്മൾ നേരെ പോയത് സുഡിയോയിലാണ് കേട്ടോ. അവിടുന്ന് അയാനും റിഹാൻക്കും കൂടെ, റിഹാൻ ട്രിപ്പും കൂടെ പോവുകയാണേ. അപ്പോൾ അവനക്ക് ജാക്കറ്റ് എടുത്തു, പിന്നെ ടീഷർട്ട് കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ എടുത്തു. പിള്ളേർക്ക് ഷർട്ട്, ഷൂ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എല്ലാം ഒന്നും ഇതിൽ കാണിച്ചിട്ടില്ല. പിന്നെ നേരെ നമ്മൾ വിട്ടത് കല്യാണിലാണ്. കല്യാണിലെ ഓഫറും കാര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. കല്യാണിൽ നിന്ന് എനിക്ക് ഒരിക്കലും
ഒരു ചുരിദാർ ഇതുവരെ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല, എടുക്കാൻ തോന്നിയിട്ടില്ല, എന്താണെന്നറിയില്ല കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ടേസ്റ്റ് ശരിയല്ലാഞ്ഞിട്ടാണോ എന്നറിയില്ല. ഞാൻ ഇക്കാനോട് നേരത്തെ പറഞ്ഞു ഇനി കല്യാണിൽ പോയിട്ട് നോക്കാമെന്ന്. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് അയ്യോ ഇതെന്താ അങ്ങനെ തോന്നാറുള്ളത്. പിന്നെ ഉമ്മ സാരി കാര്യങ്ങളൊക്കെ നോക്കി. ഈ ഗ്രീൻ സാരി ആൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ പോയി റേറ്റ് ചോദിച്ചപ്പോൾ അത് പ്യുവർ കാഞ്ചീപുരം സാരിയാണ്, 13,000 രൂപ. പിന്നെ ഇതൊരു ബനാറസിയാണ് കേട്ടോ, പ്യുവറാണ്, അതും ബനാറസ് പട്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അത് വെച്ച് റീൽ എടുക്കാൻ ഞാൻ ഉടുക്കാൻ ചോദിച്ചിട്ടുണ്ട് ഉമ്മാനോട്. അതിന് ബ്ലൗസൊക്കെ സെറ്റ് ചെയ്തിട്ട് എനിക്കൊരു റീൽ എടുക്കണം. ഇനി റീൽ എടുക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ ഞാൻ എടുക്കാം. കഴിഞ്ഞ പ്രാവശ്യം എടുത്തതിൻ്റെ ഫുൾ പൊങ്കാലയായിരുന്നു എനിക്ക്. അപ്പം എന്തായാലും ഉമ്മ അവിടുന്ന് ഒരു 3-4 സാരിയൊക്കെ എടുത്തിട്ടുണ്ടാവും. ഒന്ന് കോട്ടണിലുള്ള സംഭവം. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു എന്തെന്നറിയോ, സെയിം കളർ സാരി ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഉണ്ട്, പക്ഷെ ചെറുതായിട്ട് ഡിസൈൻ മാറ്റമുണ്ട്. പിന്നെ അത് പാള് യൂസ് ചെയ്തിട്ട് ഏകദേശം ഇനി പുറത്തൊന്നും എടുക്കാൻ പറ്റാത്ത കണ്ടീഷൻ ആയിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല, അത് വീട്ടിലൊക്കെ എടുത്ത് ഇത് പുറത്തെടുക്കാം, അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി. അപ്പം അയൻകുട്ടി ഓടിപ്പോയി ചോദിച്ചത് എന്താന്നുള്ളത് ആർക്കെങ്കിലും കമൻറ്റ് ചെയ്യാൻ പറ്റുമോ, ഫുഡ് കഴിക്കാൻ പോവാ എന്ന്. അങ്ങനെ നമ്മൾ മേടിച്ചതൊക്കെ കാറിൻ്റെ ഡിക്കിയിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോകാൻ പോകുന്നത് എല്ലാവർക്കും എല്ലാതും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ മസാലയിലോട്ട് പോണത്. അപ്പം അവിടെ ഫസ്റ്റ് എടുത്ത് പറയേണ്ടത് നല്ല ആംബിയൻസ് ആണ്, നല്ല സർവീസാണ്, ഫുഡ് ഭയങ്കര ക്വാളിറ്റി ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. വോക്സും മസാലയും കൂടെ ജോയിൻ ആയ ശേഷം, വോക്സിൽ നമ്മൾ എപ്പോഴും പോവായിരുന്നു കേട്ടോ, നമ്മുടെ ഫേവറേറ്റ് സ്പോട്ടായിരുന്നു വോക്സ് അല്ലേ. അത് അവിടെ പോയപ്പോൾ ആ ഫിഷ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മൾ എന്താ ഓർഡർ ചെയ്ത് പറഞ്ഞാൽ മന്തി റൈസും പിന്നെ ചിക്കൻ പ്ലാറ്ററും പിന്നെ ഹമൂറിൻ്റെ ഗ്രില്ലും ആണ് കേട്ടോ നമ്മൾ ഓർഡർ ആക്കിയിരുന്നത്. അപ്പോൾ ഫിഷ് വരാൻ കുറച്ചധികം ടൈം എടുത്തു. പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ, എന്നാലും അവരത് മാനേജ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവരുടെ പ്ലേറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പ്ലേറ്റ്. പിന്നെ അവിടുത്തെ ആ ഒരു ലൈറ്റ് സെറ്റിങ്സ്, ഇപ്പം ഞാൻ എവിടെ പോയാലും അതൊക്കെ നോക്കും. കാരണം നമ്മളൊരു ഷോപ്പ് ഓപ്പൺ ആക്കി പിന്നെ നമ്മൾ ഇത് അടിപൊളിയായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ്, നമ്മൾ റെസ്റ്റോറൻ്റ് അല്ല എന്നാലും ഞാനിങ്ങനെ ജസ്റ്റ് നോക്കാറുണ്ട് കേട്ടോ എവിടെ പോയാലും. അവനെ വീഡിയോ എടുത്തപ്പോൾ അവനക്കത് അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഫുഡിനൊക്കെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ്, ഫുഡ് എപ്പോൾ വരും എന്നും പറഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ അവിടുന്ന് നമ്മളെ അറിയുന്ന കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ ചിക്കൻ പ്ലാറ്റർ വന്നു, അതിൽ 4 ടൈപ്പ് ചിക്കൻ ഉണ്ടായിരുന്നു. പിന്നെ മന്തി റൈസ് വന്നു. ഈ ഒരു സർവീസും അവരുടെ എന്താ പറയാ സെർവിങ് ചെയ്ത ആ ഒരു എന്താ അതിന് പറയാ ഗാർണിഷ് അതൊക്കെ ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. മന്തി റൈസ് ഭയങ്കര ഫ്ലേവർ ഉണ്ടായിരുന്നു, ഭയങ്കര ഇഷ്ടമായി. ഇനിയിപ്പോൾ ഞാൻ എന്താ പറയാ, അങ്ങനെ നമ്മളെല്ലാം കൊണ്ടുവന്ന് ഫിഷും അടിപൊളിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതെല്ലാം കഴിച്ച് ലാസ്റ്റ് ഒരു മിന്റ് ബ്ലാക്ക് ടീ, മിന്റ് ലൈം അങ്ങനെ എന്തോ ആണ് സംഭവം, ഓർമ്മയില്ല. അപ്പൊ ഷുഗറൊക്കെ ഇട്ട് നമ്മളത് കുടിച്ചു. ഷുഗർ ഇച്ചിരി കമ്മിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വീണ്ടും ഇട്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കട്ടൻ ചായയും. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ച് ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോകണം കേട്ടോ. അവർക്ക് പിന്നെ ജ്യൂസും കാര്യങ്ങളൊക്കെയാണ് ഓർഡർ ചെയ്ത്. ഞാനും ഇക്കയും വാപ്പിയും മാത്രമാണ് ബ്ലാക്ക് ടീ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത്. റിഹാനും അയാനും ഉമ്മയും ജ്യൂസാണ് കേട്ടോ. ജ്യൂസും പറഞ്ഞ പോലെ നല്ല തിക്കുണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്, ക്വാളിറ്റി ഉണ്ട്, എല്ലാം ഉണ്ട്. സോ ഭയങ്കര ഹാപ്പിയായി. ഫുഡെല്ലാം കഴിച്ച് ഒരു ഷോപ്പിങ്ങും കഴിഞ്ഞു. 2026 ഫസ്റ്റ് ഷോപ്പിംഗ് ആണ്, ഫസ്റ്റ് ഫാമിലിയിൽ ഫസ്റ്റ് ഔട്ടിംഗ് ആണെന്ന് പറയാം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി നേരെ കാറിൽ കയറി നമ്മൾ നേരെ വീട്ടിലോട്ട് വിടുകയാണ് കേട്ടോ. ഇനി എന്താണ് വിശേഷം, നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയുക. ഞാൻ ഇതിൽ കാര്യമായിട്ട് കമൻറ്റും കാര്യങ്ങളൊന്നും വായിച്ചിട്ടില്ല. കാറിൽ കയറിയത് അവൻ്റെ തല ഇടിച്ചു എന്ന് തോന്നുന്നത്. ഇത് പിന്നെ അവരുടെ ഈ
ട്രാവലും പിന്നെ അവിടെ സ്റ്റേയും ഉണ്ട്, ഹോട്ടലും ഉണ്ട് തോന്നുന്നു. എനിക്ക് അതിനെക്കുറിച്ച് കറക്റ്റ് അറിയില്ല. ഇനി ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിട്ട് ഞാൻ പറയാം. പിന്നെ ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ. എന്നോട് കഴിഞ്ഞ വ്ളോഗിൽ എന്താണ് എല്ലാറ്റിൻ്റെയും ലാസ്റ്റ് ഒരു റെസിപ്പി വീഡിയോ ഉൾപ്പെടുത്തുന്നത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുമ്പോൾ ലോങ് വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഒരു 8 മിനിറ്റെങ്കിലും നമ്മുടെ വീഡിയോ വേണം. 8 to മാക്സിമം എത്ര വേണമെങ്കിലും പറ്റും. അപ്പോൾ നമ്മൾ 8 to 10 മിനിറ്റ് ഒക്കെ ആക്കാൻ വേണ്ടിയിട്ടാണ് ചിലപ്പോൾ റെസിപ്പി വീഡിയോസൊക്കെ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. അല്ലാണ്ട് വേറെ ഒന്നുമല്ല. കാണണം എന്ന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റ, യൂട്യൂബ്, FB ഒക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് നമ്മൾ ചക്ക കൊണ്ടുവന്നും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ വർഷത്തെ നമ്മുടെ ഫസ്റ്റ് ചക്കയാണ് കേട്ടോ ഈ കാണുന്നത്. അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റാണ് ഞങ്ങൾക്ക് ചക്ക കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവാറുള്ളത്. ഇപ്രാവശ്യം അങ്ങനെയല്ല, ഫസ്റ്റ് കഴിക്കാൻ പറ്റി. പിന്നെ ഇവിടെ നിലത്ത് വെച്ചിട്ടാ തോന്നുന്നു അവിടെ അങ്ങനെ ഒരുമാതിരി ആയത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചുളയൊക്കെ എന്തൊരു ഭംഗിയാ കാണാൻ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കഴിക്കാൻ നല്ല മധുരം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതെല്ലാം കഴിച്ച് നാളെ വേറെ കുഞ്ഞു വ്ളോഗായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ യൂട്യൂബ്, FB, ഇൻസ്റ്റയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ശരിക്കും ബൈ.